ഗൈസ്, അപ്പം ഞാൻ ഇന്ന് ചെറിയൊരു നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. വീഡിയോ കാണുന്നത് പോലെയല്ല, അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വേറെ ഒന്നുമല്ല, നമുക്ക് എല്ലാവർക്കും ഉള്ള സ്വഭാവമാണ് നമ്മുടെ ഭണ്ഡാരപ്പെട്ടിയൊക്കെ ഇട്ട് വെക്കുക എന്നുള്ളതല്ലേ. ചില ആൾക്കാർ വീട്ടിൽ നിന്ന് തന്നെ ഉണ്ടാക്കുന്നത് കാണാം, പക്ഷേ സിമ്പിളായിട്ടുള്ള റൈറ്റാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാവരും കാർഡ്ബോർഡ് കൊണ്ടൊക്കെയാണല്ലോ ഉണ്ടാക്കുക. ഇതിൻ്റെ പ്ലാസ്റ്റിക്, നമ്മൾ ഐസ്ക്രീമിൻ്റെ പാട്ടുണ്ടല്ലോ, 20 റുപ്യൻ്റെ 50 റുപ്യൻ്റെ ഉണ്ടോ. അപ്പോൾ ഇതിപ്പോൾ 50 റുപ്യയുടെ പാട്ടയാണ്. ഐസ്ക്രീം ഇത് ഞാൻ കുറേ ദിവസമായി ഉണങ്ങാൻ വെച്ചിട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു പാടിക തന്നെ വേണമെന്നില്ല, കുപ്പി എന്തായാലും പറ്റില്ല, കുപ്പി വേഗം പൊട്ടും. അപ്പോൾ നമ്മളെ നോട്ട് പോട്ടെ, ചില്ലറയൊക്കെ ഉണ്ടല്ലോ, കോയിൻസൊക്കെ ഉണ്ട്, എടുത്ത് വെക്കാൻ പറ്റുന്നതാണ്. കോയിൻസൊക്കെ ഭയങ്കര വില കൊടുക്കില്ലാണ്, നമുക്ക് പെട്ടെന്ന് ആവശ്യം വന്നാലോ. അപ്പം നമുക്ക് നോട്ടെല്ലാം വേണം ഇട്ട് വെക്കാൻ, വേണേൽ നോട്ട് ഇട്ട് വെക്കാം കേട്ടോ. പക്ഷെ നോട്ടിന് ഒരു പാട്ട് മാത്രം പോരെ, രണ്ടെണ്ണം. അപ്പം ഞാൻ ചില്ലറ ഇടാൻ പറ്റുന്ന ഒരു സാധനമാണ്. എല്ലാവരും നോട്ടും ചില്ലറയല്ലേ, ഒരു ക്യൂട്ടാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോ എടുക്കുന്നതിന് മുന്നേ ദ്വാരം ഇടാൻ കാണുന്നതാണ്. ഭയങ്കര പണിയാണ് കേട്ടോ. ഇതിൽ ഇങ്ങനെയോ മുറിച്ചിട്ടതാണ്, കത്തിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയോ മുറിച്ചിട്ട് കത്തിക്കാൻ പേടിയാണ് കേട്ടോ. പ്ലാസ്റ്റിക് കത്തിയാൽ പോയി. അതിന് ഇങ്ങനത്തെ 4 ബാക്കിയുണ്ട്, എന്നാലും കുഴപ്പമില്ല. അപ്പം ഞാൻ ഇങ്ങനെ മുറിച്ചെടുത്ത ആളുടെ വീഡിയോ ഇടുന്നതിന് മുന്നേ ഇങ്ങനെ മുറിച്ചെടുക്കാൻ കാരണം ഞാൻ ഇങ്ങനെ ചെറിയ ദോളാക്കി, സാധാരണ ഭണ്ഡാരപ്പെട്ടിൻ്റെ ബാക്കിലുണ്ടാകുന്നത്. പിന്നെ ഞാനൊരു A4 ഷീറ്റാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് അത് ഈ പെട്ടീൻ്റെ എല്ലാ ഭാഗത്തും കവർ ചെയ്തെടുക്കുക, ഓട്ട കവർ ചെയ്യട്ടെ. കവർ ചെയ്താൽ കുഴപ്പമില്ല, നമ്മൾ കീറിയാൽ മതി. എന്നിട്ട് നമ്മൾ ഞാൻ അളവിനൊന്നല്ല, എന്തായാലും ഇത്ര പേർക്ക് ഉണ്ടാവുമല്ലോ. ഇങ്ങനെ അങ്ങ് മുറിക്കുക. ഈ കുപ്പി ഇങ്ങനെ സിമ്പിൾ ഐഡിയ നമുക്ക് പൊതിഞ്ഞെടുക്കുക. അങ്ങനെയാണ് കുപ്പി ഇങ്ങനെ വെക്കുക. ഇപ്പോൾ മൂടി അങ്ങ് മുറിക്കളെ, കുപ്പീൻ്റെ അളവിൽ നിന്ന് എടുക്കുന്നുണ്ട്. കുപ്പി ഇങ്ങനെ വെക്കുക. എന്നിട്ട് നമ്മൾ അളവൊന്ന് ഒരു പെൻസിലുണ്ടോ, പെണ്ണുകൊണ്ട് വെച്ചാൽ മാർക്ക് ചെയ്തങ്ങ് വെക്കുക. എന്നാലും നമ്മൾ കാട്ടിക്കൂട്ടി ചെയ്തിട്ടൊരു കാര്യമില്ല. അതുകൊണ്ട് എന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, ഭംഗി വേണം നമ്മൾ അതിൻ്റെ രീതിയിൽ തന്നെ ക്ഷമയെടുത്ത് ചെയ്യണം. നമുക്ക് എല്ലാവർക്കും അറിയാം. ഞാനിങ്ങനെ വരച്ചിട്ട് വരേൻ്റെ മുകളിൽ കൂടെ നല്ലോണം മുറിച്ചെടുക്കുക കേട്ടോ. ഇപ്പോൾ എനിക്കൊരു മിസ്റ്റേക്ക് പറ്റുമെന്നൊരു സംശയമുണ്ട്, പക്ഷേ പറ്റിയില്ല. മിസ്റ്റേക്കൊന്നും പറ്റിയില്ലാന്ന് തോന്നുന്നേ. അഥവാ കുത്തിയാൽ വീണ്ടും എടുക്കാം. ഞാനിങ്ങനെ ഒന്ന് എടുത്ത് ഭാഗ്യത്തിന് പറ്റിയിട്ടില്ല എന്ന് പറയാം. പറ്റിയിട്ടൊന്നുമില്ല. നമ്മളിങ്ങനെ കവർ ചെയ്തെടുക്കുക. കവർ ചെയ്ത് ചുളിയാനോ നിരങ്ങാനോ അങ്ങനെയൊന്നും പാടില്ല. കവർ ചെയ്തിട്ട് അപ്പം തന്നെ ഒരച്ചെടുക്കണം, അങ്ങനെയൊന്നും പറ്റില്ല. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ എന്തെങ്കിലും ഒട്ടിക്കാൻ വേണം. നമ്മൾ ആദ്യം എന്താ ചെയ്യുന്നത് വെച്ചാൽ കവർ എടുക്കുന്ന ഭാഗത്ത് ഞാൻ ഇങ്ങനത്തെ ഒരു ടാപ്പ് എടുത്തിട്ടുണ്ടല്ലോ. സെല്ലോ ടാപ്പ് തന്നെ വേണം, പക്ഷേ നമുക്ക് ഭംഗിക്ക് ഇങ്ങനത്തെ ടാപ്പാണ്. മറ്റേ ഒരു കളർ ടാപ്പ് ഉണ്ടല്ലോ, ഞാനിങ്ങനത്തെ എൻ്റെ കുറേ ഉണ്ട്. പക്ഷേ റാബിറ്റിൻ്റെ ടാപ്പാണ്, ഇതിൻ്റെ സ്ട്രോബെറീൻ്റെ ടാപ്പാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ നിന്ന് ഇട്ട് വെക്കാം. അപ്പോൾ ഇത്ര വലുപ്പം വേണ്ടല്ലോ. നമ്മൾ മര്യാദയ്ക്കൊന്ന് ഇങ്ങനെ മുറിച്ച് ഇട്ട് അതിൻ്റെ അളവിൽ ഒട്ടിച്ച് കൊടുക്കുക. ഒട്ടിച്ചെടുക്കുമ്പോൾ ഒന്ന് ഉറക്കണം. നിങ്ങൾ മേലോട്ടോ താഴോട്ടോ ആയാൽ പോയി, വെറും പോയില്ല, ഭംഗി പോവും. ഭംഗി പോയാൽ പോയി. അപ്പം നമ്മൾ ഇങ്ങനെ അങ്ങനെ നമ്മൾ ഈ സാധനം ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. എന്നിട്ട് പിന്നെയാണ് നമ്മൾ ടാസ്ക് വെച്ചാൽ മെല്ലെ ഇങ്ങനെ കവർ ചെയ്തെടുക്കണം. അതിനകത്ത് എന്തൊരു തെറ്റ് പറ്റിയാൽ പോയി. ഞാൻ ഇങ്ങനെ കവർ ചെയ്യാൻ കുറേ ശ്രമിച്ചു, പക്ഷേ പറ്റില്ല. ഇങ്ങനെ കവർ ചെയ്യാമെന്ന് ഞാൻ ഇങ്ങനെ കവർ ചെയ്യാമെന്നാണ് കിട്ടുകയാണ്. നമ്മൾ മെല്ലെ കവർ ചെയ്തിങ്ങനെ എടുക്കുക.
ആയിട്ടുള്ള കുഴപ്പമൊന്നുമില്ല, നമുക്ക് വേറെ എടുക്കാമല്ലോ. ഞാൻ മിസ്റ്റേക്ക് എല്ലാം മിസ്റ്റേക്ക് തന്നെയാണ്. കുറേ അങ്ങനെ ഇങ്ങനെ നോക്കത്തില്ല വെച്ച് ഇങ്ങനാക്കാന്ന്. അത് ഫോൺ വെച്ചേട്ടോ, ആരും അതിൻ്റെ വേണ്ട. അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു പേപ്പർ പൊടിഞ്ഞെടുക്കുക. തീരെ കിട്ടുന്നില്ല. മിസ്റ്റേക്ക് എല്ലാം മിസ്റ്റേക്ക് തന്നെയാണ്. തീരെ പേപ്പർ കിട്ടുന്നില്ല. അപ്പം നമ്മളെന്താ ചെയ്യുക? ഒരു കാര്യം ചെയ്യും, അതങ്ങ് ഇട്ടിട്ടങ്ങ് പോകും. പക്ഷേ ഇട്ടിട്ട് പോകുന്നൊരു പരിപാടിയല്ല. നല്ലൊരു ഉപകാരപ്രദമായതുകൊണ്ട് നിങ്ങൾ ഇട്ടിട്ട് പോകാണ്ടിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ എങ്ങനെയോ ആയിട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ബാക്കിയുള്ള ടാപ്പ് അങ്ങ് ഇട്ടിട്ടു. ഇത്തിരി കൂടെ ബാക്കിയുണ്ട്, അതും അങ്ങ് ഞാൻ മുറിച്ചെടുക്കുകയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒരുമയുണ്ടെങ്കിൽ, ഒരുമേൻ്റെ വാക്കൊന്നും ഇവിടെ വരുന്നില്ല, സോറി. എന്നാലും ഞാൻ പറയുകയാണ്, ക്ഷമയുണ്ടെങ്കിൽ എന്തും വരും. സോറി, എന്തും വരുന്നില്ല, എന്തും ചെയ്യാൻ പറ്റും. ക്ഷമയാണ് നമ്മുടെ മനുഷ്യൻ്റെ ഇത് കേട്ടോ. മനുഷ്യൻ്റെ എന്താ പറയുക, പരിശ്രമം എന്ന് വെച്ചാൽ തന്നെ ക്ഷമയാണ്. നമ്മളിങ്ങനെ മുറിച്ചെടുക്കുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇതിൻ്റെ അളവിൽ മുറിക്കണേ. ഞാനിത്തിരി ബാക്കി ഭാഗം വന്നുകൊണ്ട് മുറിക്കുന്നതാണ്. അത്ര പണിയൊന്നുമില്ലേ, അങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ എങ്ങനെയോ കിട്ടിയതാണ്. കാണുന്ന പോലെയുള്ള ലേശം പണിയൊക്കെ ഉണ്ട്. എന്താ പറയണ്ട, ക്ഷമ, എല്ലാത്തിനും ക്ഷമ തന്നെ. മുറിച്ചെടുക്കാൻ ഞാൻ വീണ്ടും അളവെടുത്തു, മുറിച്ചു. നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ആ കാര്യം തന്നെയാണ് നമുക്ക് കിട്ടുന്നത് തന്നെ. റിപ്പീറ്റ് ചെയ്ത് വരും തന്നെ, അതുതന്നെയാണ് സംഭവിക്കുന്നത്. നമ്മൾ ടാപ്പ് ഒട്ടിക്കുമ്പോൾ ഇത്തിരി ഗ്യാപ്പൊക്കെ ഒട്ടിക്കാൻ ശ്രമിക്കുക. വേറെ ഒന്നല്ല, നമുക്ക് എന്നാലൊരു എന്താ പറയണ്ടേ, ഗ്യാപ്പ് ഇട്ടാലൊരു ഭംഗി ഉണ്ടാവും. നമുക്ക് അവിടെ വേണം ഇത് ഡിസൈൻ ആക്കാം. പക്ഷെ ഞാനൊന്നും ആക്കുന്നില്ല, ഞാൻ വെറുതെ ഗ്യാപ്പ് ഒട്ടിക്കുന്നതാണ് കേട്ടോ. ഗ്യാപ്പിട്ട് ഒട്ടിച്ചാൽ നമുക്ക് അത്ര എണ്ണം ഒട്ടിക്കേണ്ടി വരില്ല, നമുക്ക് തന്നെ മടുപ്പ് വരും. നമ്മൾ ഇട്ടേച്ചങ്ങ് പോവും. പിന്നെ പേപ്പറും കപ്പും എല്ലാം വേസ്റ്റും. നമ്മൾ ചെയ്ത കപ്പ് ഉണക്കാൻ വെച്ച കഠിനാധ്വാനം തന്നെ വേസ്റ്റായി അല്ലേ. അതുകൊണ്ട് നിങ്ങൾ ആക്കുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയ്തോ, അല്ലെങ്കിൽ നമ്മൾ ഇട്ടേച്ചങ്ങ് പോകും. എനിക്ക് നല്ലോണം അറിയാം. ഇത് നമ്മളെ നടുക്കിലും കൂടെ ഒന്ന് ബാക്കി വന്നോന്ന് സംശയം. നമ്മളതും അങ്ങ് മുറിച്ചെടുത്ത് ഇല്ലല്ലേ, ബാക്കി അല്ലേ. ഇതിത്തിരി കൂടിപ്പോയി കേട്ടോ, ഇതിത്തിരി കൂടിപ്പോയി. കുഴപ്പമില്ല, നമുക്ക് മുറിച്ചുകൂടും, കയ്യെല്ലാം ഉണ്ടല്ലോ. നമ്മളിങ്ങനെ മുറിക്കുക. അപ്പം ഞാനെല്ലാം വിചാരിച്ചെല്ലാം കണക്കിനങ്ങനെ കേട്ടോ. നമ്മളിങ്ങനെ മുറിക്കുക. അയ്യോ കൈ കൊട്ടും കേട്ടില്ല. അപ്പോൾ കളർ ടാപ്പ് എന്ന് വെച്ചാൽ എനിക്ക് കളർ ടാപ്പ് എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ. പിന്നെ നമ്മൾ കളർ തന്നെ കൂട്ടും. എങ്ങനെയൊക്കെയോ ഇങ്ങനെ ആക്കി കിട്ടിയെന്നേ പറയാൻ പറ്റൂ. കിട്ടിയിട്ടുണ്ട്. അപ്പം എല്ലാം വാരി വെച്ചിട്ടാണുള്ളത്. അപ്പം എല്ലാം ഞാൻ സൈഡിലോട്ടാക്കി. ഇനി നമുക്ക് അത്യാവശ്യം അത്ര വലിയ പണിയൊന്നുമില്ല. അത്ര വലിയ പണിയൊന്നുമില്ല. പിന്നെ നമ്മളെ ഗ്ലിറ്റർ പെന്നുണ്ടല്ലോ, ഗ്ലിറ്റർ പെൻ തന്നെ കാണുന്നില്ല. നമ്മളെ ബ്ലാക്ക് പെന്നെടുത്തോ, നീലപ്പെന്നാകുമ്പോൾ നമുക്കൊരു ഭംഗിയുണ്ട്. നീലപ്പെൻ എഴുതാനൊക്കെ ഉപയോഗിക്കുന്ന പെന്നാണല്ലോ. നമ്മളല്ല എല്ലാ ഭാഗത്തും എന്തെങ്കിലും ഒന്ന് എഴുതുക. ഞാനിപ്പോൾ ഒരു ഭാഗത്താണ് എഴുതുന്നത്, വേണം എല്ലാ ഭാഗത്തും എഴുതാൻ ഗൈസ്. ഞാൻ എഴുതുന്നത് മിനി ഞാൻ എഴുതി കാണിച്ചതേ.
ഞാൻ മിനി ക്രാഫ്റ്റിംഗ് എന്നാണ് എഴുതിയിട്ടുള്ളത്. അപ്പം വേറൊരു വരയും കൂടെ ഇടാം. കഴിഞ്ഞു നമ്മുടെ പരിപാടി കഴിഞ്ഞു. നമ്മളിങ്ങനത്തെ ഒരു കുഞ്ഞ് കള്ളി വരയ്ക്കുക. നമ്മൾ സ്റ്റാറിനെ തൂക്കിയ പോലെ എല്ലാം കാട്ടിക്കുട്ടിയാണ് കേട്ടോ. അപ്പം നമ്മൾ മിനി ക്രാഫ്റ്റ് ഇതിൻ്റെ പേര് തന്നെ കൊടുക്കണം. നിങ്ങൾ വരോ എന്ത് ഇട്ടാൽ മതി. ഡിസൈന് വേണ്ട. എന്നിട്ട് ഞാനിങ്ങനെ മിസ്റ്റേക്ക് പറ്റിയോണ്ട് ഒരു ചെറിയ കള്ളി പോലെ വരച്ച് ചെറിയൊരു നീളത്തിലുള്ള മരം പോലെ വരച്ചു ഇങ്ങനെ തൂക്കിയിട്ട് സ്റ്റാറിലിട്ട് കൊടുത്തു. ഇത്രയൊക്കെയാണ് നമ്മൾ ഇതിനുള്ള പണി എന്ന് പറയുന്നത്. പിന്നെ നമ്മളെ പണി എന്ന് വെച്ചാൽ പണിയെന്നും പറയാൻ പറ്റും, സിമ്പിൾ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ. അപ്പം ഞാൻ ഈ ആക്കുന്നതിന് ശ്രദ്ധിച്ചതാണ്. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവും പണി കഴിഞ്ഞില്ല കേട്ടോ. ഒരു 5 മിനിറ്റുള്ള പണി കഴിഞ്ഞുള്ളൂ. ഈ ഭാഗം കണ്ട പേപ്പറില്ലാത്ത ആടെ കറക്റ്റായി പൊട്ടിക്കേട്ട. അല്ലെങ്കിൽ നിങ്ങൾ ഇത് അഥവാ ഇളകിപ്പോയി, ഇപ്പം എൻ്റെ കൂടെ ഇളകിപ്പോയി അപ്പോൾ ഈ പേപ്പറും കൂടെയും കളകി വരും. പിന്നെ നമ്മൾ ചെയ്തെല്ലാം പോയില്ല, അറിയാമല്ലോ, പോവും. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ഒട്ടിക്കാൻ വളരെയധികം ശ്രദ്ധിക്കണേ. ഞാനിങ്ങനെ നമ്മൾ ഒട്ടിക്കുമ്പോൾ ആദ്യം തന്നെ ഒരു ഏലിക്കങ്ങ് ഒട്ടിക്കണേ. അല്ലെങ്കിൽ വീണ്ടും കൂടി ടാപ്പ് ഇങ്ങനെ പറിച്ച് കളിച്ചാൽ കളർ ടാപ്പ് എന്ന് വെച്ചാൽ അത്ര പശയില്ലാത്ത ടാപ്പാണ്, സെലോ ടാപ്പ് പോലെയല്ല. അതുകൊണ്ട് വേഗം പശ തീർന്നു പോകും, പശ പോയി പോവും. അതുകൊണ്ട് നിങ്ങൾ കളർ ടാപ്പ് വേഗം തന്നെ മര്യാദയ്ക്ക് വേഗം ഒട്ടിക്കുക. കളർ ടാപ്പിനെ പറഞ്ഞിട്ട് കാര്യമില്ല, കളർ ടാപ്പിനെ പറഞ്ഞിട്ട് കാര്യമില്ല, നിങ്ങളെയാണ് പറയുക. അല്ല ആര് പറയുക, നിങ്ങൾ തന്നെ പറയും. അപ്പം നമ്മളിങ്ങനെ ഒട്ടിച്ചു. അപ്പം മീൻ്റെ എത്തി അതിനൊന്നും കുഴപ്പമില്ല, അങ്ങനെ നമുക്ക് പെർഫെക്റ്റ് കിട്ടും. ഞാൻ ഇത്രയും കൂടെ ടാപ്പ് എടുത്തു. അപ്പോൾ ഇതെല്ലാം ചെയ്യുന്നത് ആദ്യം ഒരു കാര്യം നോക്കണം, ടാപ്പ് ഉണ്ടോയെന്ന് നോക്കണം. ടാപ്പ് പകുതി ലിക്വിഡുള്ള ടാപ്പ് എടുത്താൽ പോരാ, കാരണം ഇതിൻ്റെ ടാപ്പ് ആവശ്യമാണ്. നിങ്ങൾ കണ്ടാൽ തന്നെ തിരിയുണ്ടോ. ടാപ്പ് കുറേ എടുക്കണം. അപ്പം ഞാൻ സാധനം എടുത്ത് നമ്മൾ ടാപ്പ് എടുത്തു, ബാക്കി സാധനം എടുത്തു. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഡിസൈനെല്ലാം ആക്കി. അപ്പം ഞാൻ എല്ലാ ഭാഗത്തും സ്റ്റാർ വരച്ചു കൊടുക്കുകയാണ്. ചെറിയ സ്റ്റാർ ഇങ്ങനെ വരച്ചു കൊടുക്കാം. ഇത്രയും ഭാഗത്ത് ഞാൻ വരച്ചിട്ടുണ്ട്. കള്ളി എഴുതാത്ത ഭാഗത്ത് വലിയ സ്റ്റാർ ഇങ്ങനെ വരച്ചു കൊടുക്കാം. വേണേ വരച്ചാൽ മതി, അത്ര നിർബന്ധമൊന്നുമില്ല. പിന്നെ നമ്മുടെ മെയിൻ പണി എന്ന് വെച്ചാൽ ഇതാണ് മെയിൻ പണി എന്ന് ഞാൻ പറയാൻ വന്നത് കേട്ടോ. ഇതാണ് ഏറ്റവും വലിയ പണി, ഏറ്റവും വലിയ പണിയുണ്ട്. വരുന്നില്ല ഈ മൂടി കുപ്പിയിലാണ്ട് ഒട്ടിക്കണം ഗൈസ്. അപ്പോൾ ഇതൊരു ടാസ്ക് തന്നെയാണ്. പറ്റില്ല അങ്ങനെ പറയാൻ പറ്റില്ല. ഞാൻ ഇതിൻ്റെ അളവിനെടുത്തു. ഇങ്ങനെയാണേ വരയ്ക്കാവോ, അല്ലാണ്ട് നിങ്ങൾ അപ്പാടങ്ങ് വട്ടായിരിക്കും. ഇതിൻ്റെ അളവിൽ തന്നെ വരയ്ക്കണം. കാരണം ഞാൻ പറഞ്ഞല്ലോ ടാസ്ക്കാണ്, അളവിൽ തന്നെ വരയ്ക്കണേ. അല്ലെങ്കിൽ മാറിപ്പോയാൽ പോയി, അത്രയേ ഉള്ളൂ. അത്രയും ഉണ്ടല്ലോ. അത്രയും കഷ്ടപ്പെട്ട് കളർ ടാപ്പൊക്കെ കളഞ്ഞാക്കിയിട്ട് എനിക്കൊരു സ്വഭാവമുണ്ട്. ഒരു സാധനം ഞാൻ ആക്കുന്നുണ്ടെങ്കിൽ അത് വിജയിപ്പിച്ചിട്ടേ അടങ്ങും. അത് ഏറ്റവും ചെറിയ സാധനമാണെങ്കിൽ ഞാൻ വിജയിപ്പിച്ചിട്ടേ അടങ്ങും. നിങ്ങളതുപോലെ ആണെന്ന് എനിക്ക് തോന്നുന്നു. ക്രാഫ്റ്റിനോട് ഭയങ്കര ഇഷ്ടമാണ്. നമ്മളാക്കുക ഉപ്പാനും ഗൈസ് മുറിഞ്ഞു കേട്ടോ. അതുകൊണ്ട് മുറിക്കുമ്പോൾ ഈ വരേൻ്റെ മേലെ കൂടെ അല്ലെങ്കിൽ വരേൻ്റെ തൊട്ട് മുന്നിൽ കൂടെ മുറിക്കുക, ഉള്ളിൽ കൂടെ മുറിക്കണം. അപ്പോൾ കുറഞ്ഞു പോവുകയുള്ളൂ. കൂടിയാൽ നമുക്ക് എന്നെ ചെയ്യാം, കുറഞ്ഞാൽ പിന്നെ നമുക്ക് കൂട്ടാനും പറ്റില്ല. ഞാൻ നോക്കുകയാണ് ഇതിനുള്ളവാണെങ്കിൽ നല്ലത്. കുഴപ്പമില്ല, ഏകദേശം അളവൊക്കെയാണ് എന്ന് പറയാം. ഇല്ല അങ്ങനെ ആയിക്കില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഞാൻ പിന്നെ വിചാരിച്ചു അങ്ങനെ വേണ്ടെന്ന്. എനിക്ക് തോന്നുന്നില്ല, ഇത് പറ്റുമെന്ന് തോന്നുന്നില്ല. ഞാൻ വേറെ കളർ ടാപ്പ് തന്നെയാണ് ഇതിൻ്റെ ആശാൻ. ഇയാളെ തന്നെ കൂട്ടാൻ നോക്കിയത്. കളർ ടാപ്പ് ഞാൻ ഇങ്ങനെ നമുക്ക് ഇതൊരു ലോങ് വീഡിയോ ആയതുകൊണ്ട് എല്ലാവർക്കും മടുപ്പ് വരും. പക്ഷെ നിങ്ങൾ കണ്ടോ കേട്ടോ, നിങ്ങൾക്ക് മടുപ്പ് വരികയില്ല, കണ്ടാൽ മടുപ്പ് വരില്ല. അപ്പോൾ അതിന് മുഴുവനൊന്നും ആസ്വദിച്ച് കാണും കേട്ടോ. പിന്നെ എല്ലാവരും ലൈക്കൊന്നും തരുന്നില്ല. ആരും എനിക്കിതേ ലൈക്ക് എനിക്ക് മനസ്സിലായി. എൻ്റെ വീഡിയോ തുടങ്ങിയിട്ട് അത്ര ദിവസമൊന്നും ആക്കിയിട്ടില്ല, ഒരാഴ്ച ആയിക്കുള്ളൂ. ഒരാഴ്ച കൊണ്ട് ഞാൻ 3 വീഡിയോ ഇട്ടിട്ടുള്ളൂ. ഈ വീഡിയോ കൂടി കൂട്ടി
സോറി, ഞാനിപ്പോൾ തിരക്കിലായി പോകുന്നതാണ്. ഇനി അങ്ങോട്ട് ഇടും കേട്ടോ മിനിമം വീഡിയോ. പിന്നെ ട്വിസ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട്, ട്വിസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ഉണ്ട്, അതും കാണുക. എല്ലാവർക്കും ലൈക്ക് കിട്ടാൻ ഞാൻ നന്ദി പറയുന്നു. എല്ലാവർക്കും ആരെങ്കിലും എൻ്റെ ട്വിസ്റ്റ് വേർഡ് എന്ന് പറഞ്ഞ ട്വിസ്റ്റിൻ്റെ വീഡിയോ ആരെയും കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിൽ ഇടണം കേട്ടോ. ഞാനിതിങ്ങനെ നിങ്ങൾ പറഞ്ഞു വന്ന പോയല്ലേ, സോറി, ക്ഷമിക്കണം. അപ്പോൾ ഞാൻ ഒട്ടിച്ചു. അപ്പോൾ ഇവിടെയും കൂടെ ഒട്ടിക്കുകയാണ്. ഈ ഭാഗത്തും കൂടെ ഈ ഓട്ട മര്യാദയ്ക്കൊന്നും കിട്ടില്ല. കവർ ചെയ്ത് നല്ല ഭംഗിയൊന്നും എടുക്കുക. എന്നാലേ പിന്നെ നമുക്ക് പൊതിയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പൊതിയേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ നമ്മൾ പൊതിഞ്ഞ് അപ്പോഴത്തേക്ക് എൻ്റെ വീട് പയ്യൻ നാളെ ആവും. രാത്രിയായല്ലോ നമ്മളിങ്ങനെ മര്യാദയ്ക്കൊരു എന്താ പറയുക, കള്ളി പോലെ ഒന്ന് വരഞ്ഞെടുക്കുക. വരയുമല്ല, ഒട്ടിച്ചെടുക്കുക. ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയൊക്കെയോ കാട്ടിക്കൂട്ടിന്ന് പറയാൻ പറ്റില്ല, നല്ല ഭംഗി കൊത്തിയിട്ടുണ്ട്. പക്ഷെ ഒരു പണി പാളി മക്കളെ. ഈ ടാപ്പ് ഒത്തിരി അങ്ങ് ഒട്ടിയിട്ടില്ല കേട്ടോ. ടാപ്പ് ഒട്ടിയിട്ടില്ല മര്യാദയ്ക്ക്. അപ്പോൾ ഒന്നും കൂടെയും എന്ത് ചെയ്യേണ്ടി വന്നിരിക്കുന്നു, ഒട്ടിക്കേണ്ടി വന്നിരിക്കുന്നു. ഞാൻ വീണ്ടും ഒട്ടിക്കാണ്. എൻ്റെ മച്ചാന്മാരെ എങ്ങനെയൊക്കെയോ ഒട്ടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. എങ്ങനെയൊക്കെയോ ഒട്ടിച്ച് വന്നിട്ടുണ്ട്. എൻ്റെ ഈ കളർ ടാപ്പ് തീർന്നു എന്നാണ് തോന്നുന്നത്. ആകെ ഇത്തിരിയേ ഉള്ളൂ. ഇനി 5 എൻ്റെ അടുത്ത് ബാക്കിയുണ്ട്. 6 ഉണ്ട്, ഇനി 5 ബാക്കിയുണ്ട്. അത് ഞാൻ തൊട്ടിട്ടില്ല. ഇത് ഏകദേശം ഇല്ല, തീർന്നിട്ടില്ല. ഇനിയും ബാക്കിയുണ്ടോ, കുറേ തീർന്നിട്ടില്ല. അപ്പം നമുക്ക് ഈ ഓട്ട മതിയാവുമെന്ന് തോന്നുന്നു. മതിയായിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്തിരി കൂടെ കൂട്ടിയെടുക്കാം. ഞാൻ ഇത്ര മതിയാവുമെന്ന് തോന്നുന്നില്ല. ഒരു കോയിനിടാൻ ഇത്ര വലിയ ഓട്ട പോലെ. അപ്പോൾ എന്ത് ചെയ്യാം, ഇത്തിരി അങ്ങ് ബാക്കോട്ടങ്ങാക്കുക. എന്നിട്ട് ഒട്ടിച്ചോ. എനിക്ക് തോന്നുന്നു എൻ്റെ പണി കഴിഞ്ഞാണ്. കഴിഞ്ഞു, പണി കഴിഞ്ഞു. ഒട്ടിക്കുമ്പോൾ എന്താ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, ഒട്ടിച്ചാൽ പോരാ, നല്ല കട്ടിയിൽ ഒട്ടിക്കുക. എൻ്റെ കട്ടിയിലങ്ങ് ഒട്ടിക്കുക. എന്നിട്ട് കട്ടിയിൽ ഒട്ടിക്കണം. ഇത്രയ്ക്കാണ് ഇതിൻ്റെ അകത്ത് പറയാനുള്ളത്. ടാപ്പ് ഏകദേശം തീർന്നു എന്ന് വേണേൽ പറയാം കേട്ടോ. ടാപ്പ് തീർന്നിട്ടുണ്ട്. ടാപ്പ് തീർന്നു കേട്ടോ. ടാപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം വെറും വെള്ള പേപ്പറാണ്. ഇതിന് അങ്ങനത്തെ കുഴപ്പമൊന്നും ടാപ്പിന്. പേപ്പറുള്ള ടാപ്പ് ആയതുകൊണ്ട് നമ്മൾ വേണമെങ്കിൽ ഞാൻ ഇവിടെ എന്തെങ്കിലും സ്റ്റിക്കറൊക്കെ കല്ലുള്ള സ്ഥലത്ത് വിട്ട സ്ഥലത്ത് നിന്ന് സ്റ്റിക്കറൊക്കെ ഒട്ടിച്ചെടുക്കാം കേട്ടോ. വിട്ട സ്ഥലം ഉണ്ടല്ലോ ഇവിടെയെല്ലാം എന്ത് സ്റ്റിക്കറൊക്കെ ഞാൻ അങ്ങനെ ഒട്ടിക്കും. ഇല്ലാട്ടല്ല, പക്ഷേ എനിക്കത്ര ഭംഗി തോന്നുന്നു. വേണം ഒട്ടിച്ചോ. ഞാനങ്ങനെ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളെ ഒരു സങ്കടം നിറയുന്നതും സന്തോഷം നിറയുന്നതും നല്ല ആട്ടമാണ്. ചിലപ്പോൾ സങ്കടവും അല്ലെ സന്തോഷം. എന്ന് വെച്ചാൽ ഈ കോയിൻ ഇതിൻ്റെ ഉള്ളിൽ പോകുന്ന നോക്കാം. കോയിൻ ഫ്ലോപ്പായി. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ പെട്ടി. ഇങ്ങനത്തെ ഒന്ന് മാത്രമേ ഇതിനകത്ത് ഇങ്ങനത്തെ ഓരോ ക്യൂട്ട് സാധനങ്ങൾ, ഇതിനകത്ത് ഓരോ ക്രാഫ്റ്റിൻ്റെ സാധനങ്ങൾ. പെട്ടിക്ക് എന്നെ കാട്ടി പെരുപ്പുണ്ടെന്ന് തന്നെ പറയാം. നമ്മൾ പെട്ടി എടുത്തിട്ടുണ്ട്. ട്രാൻസ്പോർട്ട് ശരിക്കുള്ള താക്കോലാണ് ആണ് ഇതെന്ന് വെച്ചാൽ ഞാൻ പറയാൻ വിട്ടുപോയി. ഇതൊരു ഭണ്ഡാരപ്പെട്ടിയാണ്, എൻ്റെ ഭണ്ഡാരപ്പെട്ടിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇപ്പം അടുത്താണ് ഞാൻ ഇടാൻ തുടങ്ങിയത് കേട്ടോ. കാണിച്ചതാ ചില്ലറ കുറേ ഉണ്ട്. കാണുന്ന പോലെയല്ല, കണ്ടാൽ എനിക്ക് ഇത്തിരി. പക്ഷേ ഇതെല്ലാം കൂടി ഇട്ട കുറേ ചില്ലറ 356 ഉറുപ്പ്യ ഉണ്ട്. പിന്നെ ഇതാ നോട്ടീസ് ഇപ്പോൾ ഇടാൻ തുടങ്ങിയിട്ടില്ല. ഞാൻ ഇത്രയും ആയല്ലോ, ഇപ്പോൾ ഇടാൻ തുടങ്ങി അപ്പോഴത്തേക്ക് ഇത്രയായി. കുറേ ഉണ്ട് കേട്ടോ. ഈ ചില്ലറയാണ് ഏറ്റവും കൂടുതലുള്ളത്, എണ്ണാൻ പറ്റില്ല.
300 എത്ര എണ്ണം ഉണ്ട് ചില്ലറാണ് കൂടെ കൂട്ടി. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ ഒരു കോയിൻസ് എടുക്കാം. ഇത് വേണ്ടാത്ത എന്താ എടുക്കുക, ഒരു കോയിനോ 2 കോയിനേ ഞാൻ എടുക്കുന്നുള്ളൂ. ഞാനിപ്പോൾ 2ൻ്റെ എത്ര കോയിൻ എടുക്കുന്നു, 2ൻ്റെ ഒരു കോയിൻ നിങ്ങൾക്ക് എക്സാമ്പിൾ കാണിച്ചു തരുന്നതാണ്. ഞാൻ എത്ര കോയിൻ എടുത്തു, ഭാഗ്യം. അപ്പം നമുക്കൊരു ഗുണമുണ്ട് ഇതിനെ കൊണ്ട്, നിങ്ങൾ പേടിക്കണ്ട. നിങ്ങൾക്ക് അഥവാ പൈസ എടുക്കണമെന്നുണ്ടെങ്കിൽ, മാറ്റണമെന്നുണ്ടെങ്കിൽ ഈ മൂടി മെല്ലനെ ഇങ്ങനെ തുറന്നാൽ മതി. കാണിച്ചേ, മൂടി ഇങ്ങനെ തുറന്നാൽ മതി, പൈസ കിട്ടും. അത് നിങ്ങൾ പേടിക്കണ്ട. അതിനല്ലേ ഞാൻ വഴി കണ്ടെത്തിയിട്ടുണ്ട്. നമ്മൾ നല്ല ഒട്ടിച്ചല്ലേ കിട്ടാറ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു എൻ്റെ കോയിൻസിൽ ഇതിൻ്റെ അകത്ത് ഇടാമെന്ന് വിചാരിക്കുന്നു. വിചാരിക്കുന്നത് എൻ്റെ കോയിൻസ് കുറേ ഉണ്ട് കേട്ടോ. ഇപ്പോൾ 35 എണ്ണം ഉണ്ടാവും കോയിൻസ് ഉണ്ട്. മിനിമം 35 കോയിൻസ് ഉണ്ടാവും. കൂടിയിട്ടോ കുറഞ്ഞിട്ടോ ഒന്നും എനിക്കറിയില്ല. കുറയാൻ കാര്യമില്ല, കുറയില്ല, കൂടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കുറേ കോയിൻസ് എടുത്തു. നിങ്ങൾ കോയിൻസ് എടുക്കണം. കോയിൻസ് വെച്ച് നല്ല വില ഉള്ള സാധനമാണ്. സ്വർണ്ണത്തിൻ്റെ കളറുകൊണ്ട് പോയ കണ്ണ് കളിക്കും. കോയിൻസ് ഒക്കെ സൂക്ഷിക്കുക. പിന്നെ 20ൻ്റെ കോയിനൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 20ൻ്റെ കോയിൻ ഇല്ലല്ലോ അല്ലേ, ഇവിടത്തേക്ക് നാലറിഞ്ഞതാണല്ലോ 20ൻ്റെ കോയിനൊക്കെ. അങ്ങനത്തെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ഭാഗ്യം. അനക്കോളൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ കോയിൻ കിട്ടിയിട്ടുണ്ട് 20ൻ്റെ. കുറയണം നേരത്തിലെങ്കിൽ ഞാൻ വീണ്ടും ഇടുകയാണ്. കനം കൂടി വരുന്നുണ്ട് കേട്ടോ പറ്റിയുള്ളത്. ഇതും കോയിനാണ്. കോയിൻ അറിയാൻ അത്ര ദിവസം ഉണ്ടാകാൻ പോകുന്നില്ല. ഇതും കോയിൻ തന്നെയാണ്. കോയിൻ എന്ന് വെച്ചാൽ 5ൻ്റെ 10ൻ്റെ ഒക്കെ കോയിൻ തന്നെയാണ് കേട്ടോ. സ്വർണം വെള്ളി അങ്ങനെയൊന്നുമില്ല. 5ൻ്റെ വരെ 5 തൊട്ട് കോയിൻ തന്നെയാണ് കേട്ടോ. ഞാൻ പൈസ ഒന്ന് കാണിച്ചുതരാം. ഇത് കൂട്ടണ്ടേ, ഇതുകൊണ്ട് തന്നെ കുറേ ഉണ്ടാവും. ഇതിന് കനമുണ്ട് ലേശം, ഇതിൻ്റെ ലേശം കനമുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇതൊക്കെയാണ് എൻ്റെ കോയിൻസ് എന്ന് പറയുന്നത്. ഇതുകൂടെ കൂട്ടി കുറേ ഉണ്ടാവും. കൂട്ടിയേക്കാൾ നല്ല ഭംഗിയിട്ടില്ലേ കാണുമ്പോൾ തന്നെ. ഇതെൻ്റെ നോട്ട്സ്. അപ്പോൾ ഇതിനെ കൊണ്ട് അധികം കളിക്കണ്ട, വിലപിടിക്കുള്ള സാധനമാണ്. നമ്മൾ 500 ഇനി 600-500 നോട്ടെല്ലാം ഉണ്ട് കേട്ടോ വീട്ടിൽ. നമ്മളിതെല്ലാം വെച്ചു. നമ്മളിതിനെല്ലാം ഇങ്ങനെ മടക്കാൻ വെച്ചു. ഇതാ 20ൻ്റെ കോയിൻ. ഞാൻ പറഞ്ഞുതരാം, അതാണ് ഞാൻ പറഞ്ഞത്. 20ൻ്റെ കോയിൻ ഉണ്ടാവും. ഞാൻ കാണിച്ചാൽ ഇങ്ങനെയാണ് 20ൻ്റെ കോയിൻ ഉണ്ടാവും. ഇത് എന്താ പറയുക, ഒരു ലുക്കുള്ള കളറായിരിക്കും കേട്ടോ. 2024 ഇറക്കിയതാണിത്. ലുക്കുള്ള കോയിനായിരിക്കും. ഇതും കൂടെ ഞാൻ കിട്ടുകയാണ്. വീണ്ടും കിട്ടി 5ൻ്റെ കോയിൻ. കോയിൻ തീർന്നു. നമുക്ക് ഓരോന്ന് തിരിച്ചിരി കൊടുക്കാം. സോസ് വയ്ക്കില്ല, അതുപോലെ ഓരോ പെട്ടി ഞാൻ തിരിച്ചിരി കൊടുക്കുന്നുണ്ട്. ഞാനെന്തിനേയും ക്രാഫ്റ്റ് വീഡിയോയിൽ ഞാൻ ഇതെല്ലാം കാണിക്കുന്നത് നിങ്ങൾക്ക് അനുഭവമായിക്കൊണ്ട് ഞാൻ ഇതെല്ലാം കാണിക്കുന്നത് വേറൊന്നല്ല. നമ്മൾ ഇങ്ങനെ ഇട്ട് വെച്ചോ. ലാസ്റ്റ് ഇതിനെ കൊണ്ട് ടാബ് എന്തായിരുന്നു കിട്ടിയിട്ടുണ്ട്. പറഞ്ഞത് ഇത്രയും പൈസ ഞാൻ കണ്ടില്ല എന്നൊന്നും പറയരുത് കേട്ടോ. നിങ്ങൾക്ക് പൈസ ഇല്ലാന്നല്ലേ ഞാൻ പറയുന്നില്ല, ഞാൻ ഉറപ്പിച്ചു.
നമ്മൾ താക്കോലൊന്ന് പൂട്ടി എടുക്കുക പോലെ. താക്കോലിട്ട് പൂട്ടാൻ ഒരിക്കലും മറക്കരുത്. കള്ളമ്പനും ഇത് നമുക്ക് 2 താക്കോൽ എന്താ അറിയാം, 2 ഒരേ നമ്പർ തന്നെയാണ്, 177 തന്നെയാണ്. കാരണം 177 തന്നെയാണ്. അഥവാ ഒരേ താക്കോല് കാണാണ്ടായാൽ മറ്റേ താക്കോൽ ദുബായിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ താക്കോൽ അങ്ങോട്ട് എടുത്ത് എൻ്റെ സാമ്പത്തിക പെട്ടി അങ്ങോട്ട് വെച്ച് വെച്ചു. ഞാൻ പറഞ്ഞത് നല്ല ഉപകാരപ്പെട്ടു തന്നെയാണ്. ഞാൻ കോയിന് മാത്രം എത്രയാണ് കാണിച്ചു നിൽക്കുന്നത്. കോയിന് മാത്രം ഇത്രയുണ്ട് കേട്ടോ. ഇത് കോയിൻ തന്നെയാണ്, 5 ആണ്. കോയിന് മാത്രം ഇത്ര എണ്ണം ഉണ്ട്. കാരണം കോയിൻ മാത്രമുണ്ട്. മൂടി ഇട്ടിട്ടുണ്ട്. ക്രാഫ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഞാൻ പറഞ്ഞപ്പോൾ തന്നെ ലൈക്കും അടിക്കുക, സബ്സ്ക്രൈബും ലൈക്കും ഷെയറും കമൻറ്റും. അപ്പോൾ ആരും കമൻ്റൊന്നും ഇടുന്നില്ല, എന്നാലും എനിക്ക് മനസ്സിലാവും ഞാൻ ഇടുന്ന ഇത്. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുന്നത് സിമ്പിൾ അല്ലാണ്ട് ഹാർഡ് ക്രാഫ്റ്റ് വേണമെങ്കിൽ കമൻറ്റിൽ ഇടുക. നിങ്ങൾ കമൻറ്റ് ആരും ഇടാൻ നിൽക്കല്ലേ, ഇതുവരെ എനിക്ക് കമൻറ്റ് കിട്ടിയിട്ടില്ല. ആരെങ്കിലും ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ, എന്നാലേ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് തെറ്റുണ്ടോ. അങ്ങനെയുള്ള നിങ്ങളെല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക. പിന്നെ ലൈക്കും ചെയ്യുക. പിന്നെ ലൈക്ക് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും എൻ്റെ വീഡിയോ കിട്ടും. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ക്രാഫ്റ്റ് നിങ്ങളെപ്പോലെ തന്നെ നിങ്ങളെപ്പോലെയൊക്കെ ഇഷ്ടമുള്ള കൂട്ടുകാർക്ക് നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നിങ്ങൾക്ക് എനിക്ക് ഗുണമേ ഉള്ളൂ, നിങ്ങൾക്കാണ് ഏറ്റവും ഗുണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞ കമൻറ്റ് എന്തായാലും ഒന്ന് ഇടാൻ ശ്രമിക്കുക കേട്ടോ. ഏറ്റവും കൂടുതൽ കമൻറ്റാണ് പ്രധാനത്തിന്. എല്ലാവരും ഈ വീഡിയോ കാണുകയും ചെയ്യുക. അപ്പോൾ താങ്ക് യു. ഇനി ഞാൻ അങ്ങോട്ട് നല്ല വീഡിയോ എടുക്കും കേട്ടോ. ഇതിനെക്കാട്ടും നല്ലത് നല്ല വീഡിയോ. അപ്പോൾ നിങ്ങൾ കമൻറ്റ് പറയുക, ഹാർഡ് വീഡിയോ വേണോ, ടഫ് വീഡിയോ ഹാർഡ് വീഡിയോ വേണോ, സിമ്പിൾ വീഡിയോ വേണോ എന്നുള്ള കമൻറ്റ് പറയുക. അതുകൊണ്ടാണ് ഞാൻ കമൻറ്റ് ഇടുമെന്ന് പറയുന്നത്. അല്ലെങ്കിൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റില്ല ഞാൻ എന്താ നിങ്ങളൊന്നും ചെയ്യാണ്ടിരുന്നാൽ നിങ്ങൾ ഇനി ഇടുക കേട്ടോ. ഞാൻ പറഞ്ഞുതരാം. ഇനി എല്ലാവരും ഒന്ന് ഇടുക. നിങ്ങളെ ഇഷ്ടപ്പെട്ടൊരു സാധനമാണല്ലേ ക്രാഫ്റ്റ് വർക്ക്. അപ്പോൾ എല്ലാവരും ഒന്ന് ഇടുക. അപ്പോൾ ഇനിയും നിങ്ങൾ കമൻറ്റിൽ ഇട്ടാൽ ഇനിയും എൻ്റെ പുതിയ വീഡിയോ വരുന്നത്.